ഒരു നവംബർ രാത്രിയിൽ മഴ ആർത്തിരമ്പി പെയ്തുകൊണ്ടിരുന്നു. നഗരത്തിന് പുറത്തുള്ള വിജനമായ റോഡിലൂടെ CI വിക്രം തന്റെ ജീപ്പിൽ വേഗത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. റോഡരികിലെ കാടുകളിൽ നിന്നും ഉയർന്നുവരുന്ന ഇരുട്ട് ജീപ്പിന്റെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ മാത്രം ഒതുങ്ങിനിന്നു. മൊബൈലിൽ വന്ന അജ്ഞാത കോളിനെക്കുറിച്ചുള്ള ചിന്ത അയാളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി. സാർ, വർക്കി സാർ മരിച്ചു. വീട് അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. 10 മിനിറ്റിനുള്ളിൽ ജീപ്പ് ഒരു പഴയ ഇരുമ്പ് ഗേറ്റിന് മുന്നിൽ നിന്നു. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ വിക്ടോറിയൻ ശൈലിയിലുള്ള ഒരു വലിയ വീട് ഇരുട്ടിൽ നിഗൂഢമായി നിന്നു. ജനലുകളിൽ നിന്നും മങ്ങിയ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. ഗാർഡും ഡ്രൈവറും തലകുമ്പിട്ട് നിൽക്കുന്നു. എന്താണ് സംഭവിച്ചത്? വിക്രം ശബ്ദം ഉയർത്തി ചോദിച്ചു. സാർ, രാവിലെ മുതൽ സാറിനെ കാണാനില്ല. അകത്തുനിന്ന് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. വൈകിട്ട് വന്ന് നോക്കിയപ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ഡ്രൈവർ പേടിയോടെ പറഞ്ഞു. വിക്രം സംശയിച്ചു. എവിടെയെങ്കിലും ഒരു തുറന്ന ജനലോ വാതിലോ കാണുമെന്ന പ്രതീക്ഷയിൽ അയാൾ വീടിന് ചുറ്റും നടന്നു. എന്നാൽ എല്ലാ വാതിലുകളും ജനലുകളും ഭദ്രമായി അടച്ചിരിക്കുന്നു. വാതിൽ തകർത്ത് അകത്തേക്ക് കയറാൻ ആരെങ്കിലും ശ്രമിച്ചോ? ഇല്ല സാർ, ഞങ്ങൾക്ക് ധൈര്യമുണ്ടായില്ല. നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. വിക്രം ഒരു ദീർഘനിശ്വാസം വിട്ടു. വാതിൽ തകർത്ത് അകത്തേക്ക് കയറാൻ നിർദ്ദേശിച്ചു. ഒരു പോലീസ് ഓഫീസർ വാതിൽ തകർത്ത് അകത്തേക്ക് കയറി. വിക്രവും പിന്നാലെ കയറി. അവർ നേരെ വർക്കിയുടെ പഠനമുറിയിലേക്ക് നടന്നു. മുറിയിൽ അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു വലിയ കസേരയിൽ വർക്കി തല ചായ്ച്ച് കിടക്കുന്നു. മരണപ്പെട്ട ഒരാളുടെ മുഖത്ത് കാണാറുള്ള പേടി വർക്കിയുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. പകരം ഒരു പുഞ്ചിരിയായിരുന്നു. മുറിയിൽ ബലപ്രയോഗത്തിന്റെ ഒരു സൂചന പോലുമില്ല. എവിടെയാണ് മുറിവേറ്റത്? ഒരു പോലീസ് ഓഫീസർ ചോദിച്ചു. വിക്രം വർക്കിയുടെ ശരീരം സൂക്ഷ്മമായി പരിശോധിച്ചു. ഒരു മുറിപ്പാടോ ഒരു പോറൽ പോലുമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു റോസാപ്പൂവ് വെച്ചിരിക്കുന്നു. ഭംഗിയുള്ള ഒരൊറ്റ ചുവന്ന റോസ്. വർക്കിയുടെ മരണവും മുറിയിൽ കണ്ട ഈ നിഗൂഢമായ സൂചനകളും പോലീസുകാരെ ആശയക്കുഴപ്പത്തിലാക്കി. വിക്രം മേശപ്പുറത്ത് കിടന്നിരുന്ന സാധനങ്ങൾ പരിശോധിച്ചു. ഒരു ഡയറി, ചില പുസ്തകങ്ങൾ, ഒരു കണ്ണട. പുസ്തകങ്ങൾക്കിടയിൽ നിന്നും ഒരു ചീട്ടുകടലാസ് കിട്ടി. ക്യൂൻ ഓഫ് സ്പേഡ്സ്. ഈ സമയത്ത് മുറിയുടെ മൂലയിൽ നിന്നൊരു ശബ്ദം കേട്ടു. പഴയ ഒരു ക്ലോക്ക് നിശ്ചലമായിരിക്കുന്നു. സമയം 11:34. വിക്രം ആ ക്ലോക്കിലേക്ക് നോക്കി, പിന്നെ കൈയിരുന്ന ചീട്ടുകടലാസിലേക്കും. ഒരു റോസാപ്പൂവ്, നിശ്ചലമായ ഒരു ക്ലോക്ക്, പിന്നെ ക്യൂൻ ഓഫ് സ്പേഡ്സ് എന്ന കാർഡ്. എല്ലാം ഓരോ സൂചനകളാണ്. കൊലയാളി ഇത് മനഃപൂർവ്വം വെച്ചതാണ്. എന്നാൽ എന്തിന്? വിക്രമിന് തലകറങ്ങുന്നതായി തോന്നി. ഈ കേസ് ലളിതമല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഇത് ഒരു കളിയുടെ തുടക്കം മാത്രമാണ്. വർക്കിയുടെ ചിരിച്ച മുഖം അയാളുടെ മനസ്സിൽ പതിഞ്ഞു. ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ എന്തായിരിക്കും? പുറത്ത് മഴയുടെ ശബ്ദം മുറുകി. അത് വിക്രമിന്റെ മനസ്സിന്റെ വേഗതയും ആശയക്കുഴപ്പത്തെയും ഓർമ്മിപ്പിച്ചു. ഈ കേസിന്റെ ചുരുളഴിക്കാൻ താൻ ഒറ്റയ്ക്കാണെന്ന് അയാൾക്ക് തോന്നി. വിക്രം സ്റ്റഡി റൂമിന്റെ വാതിൽ അടച്ചു പുറത്തിറങ്ങി. വർക്കിയുടെ ചിരിക്കുന്ന മുഖം അയാളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. ഒരു സാധാരണ മരണം ആയിരുന്നില്ല അത്. കൊലയാളിക്ക് ഒരു സന്ദേശം നൽകാനുണ്ടായിരുന്നു. അത് തനിക്കുള്ളതാണെന്ന് വിക്രമിന് തോന്നി. ഡ്രൈവറെയും ഗാർഡിനെയും ചോദ്യം ചെയ്യൂ. ഇവന്റെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഇവിടെയുണ്ടോ എന്ന് അന്വേഷിക്കൂ. വിക്രം തന്റെ ജൂനിയറായ സുനിലിനോട് പറഞ്ഞു. സാർ, ഭാര്യ കുറച്ചുനാളായി അമേരിക്കയിലാണ്. മകനില്ല, ഒരു മകളുണ്ട്. അവൾ ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. സുനിൽ മറുപടി നൽകി. മഴ അപ്പോഴും ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. വിക്രം വീടിന്റെ ഹാളിലേക്ക് നടന്നു. ചുമരുകളിൽ തൂക്കിയിട്ടിരുന്ന വർക്കിയുടെ കുടുംബത്തിന്റെ പഴയ ചിത്രങ്ങൾ അയാൾ ശ്രദ്ധിച്ചു. ഒരു ചിത്രം വിക്രമിന്റെ ശ്രദ്ധ ആകർഷിച്ചു. അതിൽ വർക്കിയും ഒരു സുന്ദരിയായ യുവതിയും ഉണ്ടായിരുന്നു. ചിത്രം പഴയതായിരുന്നു. വർക്കിക്ക് അതിൽ ചെറുപ്പം. അതിന് താഴെ അനിത എന്ന് എഴുതിയിട്ടുണ്ട്. വർക്കിയുടെ മരണവും മുറിയിൽ കണ്ട വസ്തുക്കളും തമ്മിൽ എന്ത് ബന്ധമെന്ന് അയാൾ വീണ്ടും ചിന്തിച്ചു. ചീട്ടുകളിലെ ക്യൂൻ ഓഫ് സ്പേഡ്സ് ഒരു വഞ്ചനയുടെയോ ചതിയുടെയോ സൂചനയാകാം. റോസാപ്പൂ, അത് സ്നേഹത്തെയും സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു. പക്ഷേ മരണവുമായി എങ്ങനെ ബന്ധപ്പെടുത്തും? അവർ വീടിന്റെ മുൻവാതിലേക്ക് നടന്നു. അപ്പോഴാണ് സുനിൽ ഒരു ചെറിയ ശബ്ദം കേട്ടത്. സാർ, അവിടെ എന്തോ ഒന്ന് ഒളിച്ചിരിക്കുന്നു. ചെറിയ ശബ്ദം വന്നത് അടുക്കളയിൽ നിന്നായിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ ജനലിലൂടെ പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നതായി കണ്ടു. നിങ്ങൾ അവിടെ നിൽക്ക്, വിക്രം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അയാൾ പേടിച്ചിരണ്ട് താഴെ വീണു. വിക്രവും സുനിലും ഓടി അങ്ങോട്ട് ചെന്നു. അയാളുടെ മുഖം വിക്രത്തിന് പരിചിതമായിരുന്നില്ല. ആരാണ് നീ? എന്തിനാണ് ഈ വീട്ടിൽ കയറിയത്? വിക്രം ചോദിച്ചു. ഞാനൊരു കള്ളനല്ല സാർ.
ഞാൻ വർക്കിയുടെ സഹോദരന്റെ മകനാണ്. എന്റെ പേര് അജിത്ത്. അയാൾ ഭയത്തോടെ പറഞ്ഞു. കള്ളല്ലെങ്കിൽ എന്തിനാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്? ഞാനിവിടെ വന്നത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ്. അച്ഛൻ പറഞ്ഞു വർക്കി അങ്കിൾ മരിച്ചെന്ന്. സത്യമാണോ എന്ന് അറിയാൻ ഞാൻ വന്നതാണ്, അജിത്ത് പറഞ്ഞു. വിക്രമിന് അജിത്തിന്റെ വാക്കുകളിൽ വിശ്വാസം തോന്നിയില്ല. ഈ വിജനമായ സ്ഥലത്തേക്ക് ഈ മഴയുള്ള രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അങ്കിളിന്റെ മരണം അന്വേഷിച്ചു വരിക. വിക്രമിന്റെ സംശയം വർദ്ധിച്ചു. അജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വിക്രം സുനിലിനോട് പറഞ്ഞു. എന്നാൽ അജിത്ത് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. സാർ, അങ്കിളിന്റെ മേശപ്പുറത്തുനിന്ന് ഒരു ചീട്ടുകടലാസ് എടുത്തുമാറ്റാൻ ശ്രമിച്ചു. അത് ക്യൂൺ ഓഫ് സ്പേഡ്സ് ആണോ? അജിത്തിന്റെ ഈ ചോദ്യം വിക്രമിനെ ഞെട്ടിച്ചു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കി വിക്രം പറഞ്ഞു, അതെ. നീ എങ്ങനെ അറിഞ്ഞു? അജിത്ത് തലകുനിച്ചു. എനിക്ക് ഒന്നും അറിയില്ല സാർ. പക്ഷേ ഈ ഗെയിം തുടങ്ങിയിട്ട് കുറച്ചായി. വിക്രമിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഗെയിമോ? എന്നാൽ കൊലപാതകവും ഗെയിമുമായി എന്താണ് ബന്ധം? അജിത്ത് പറയുന്നതെന്താണ്? ഈ മരണത്തിന് പിന്നിൽ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വിക്രമിന് മനസ്സിലായി. ഈ കേസ് താൻ വിചാരിച്ചതിനേക്കാൾ സങ്കീർണമാണെന്ന് അയാൾക്ക് ബോധ്യമായി. വർക്കിയുടെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല, അതൊരു സൂചന മാത്രമായിരുന്നു. വിക്രം അജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മഴ മാറിയിരുന്നു. പക്ഷേ ആ നനഞ്ഞ അന്തരീക്ഷം വിക്രമിന്റെ മനസ്സിലെ ആശയക്കുഴപ്പം കൂട്ടുന്നതായിരുന്നു. ഒരു മുറിയിൽ അടച്ചിട്ടിരുത്തി വിക്രം നേരിട്ട് അജിത്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഏത് കളിയെക്കുറിച്ചാണ് നീ പറഞ്ഞത്? വർക്കി സാറിന്റെ മരണവും അതിലെന്താണ് ബന്ധം? വിക്രം കസേരയിലിരുന്ന് അജിത്തിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അജിത്ത് തലയുയർത്തി വിക്രമിനെ നോക്കി. ഭയം മാറിയതിന് പകരം ഒരുതരം നിസ്സംഗതയായിരുന്നു ആ കണ്ണുകളിൽ. ഇതൊരു സാധാരണ കളി ആയിരുന്നില്ല സാർ. ഇത് ചോദ്യം ചെയ്യുന്നവൻ എന്നറിയപ്പെടുന്ന ഒരാൾ നടത്തുന്ന ഒരു കളിയാണ്. ഓരോ കളിക്കാരനും ഓരോ പസിലുകൾ നൽകും. അത് ഒരു രഹസ്യ കോഡോ ഒരു ഭൂപടമോ ആകാം. ശരിയായ ഉത്തരം കണ്ടുപിടിക്കുന്നവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അവസാന ഘട്ടത്തിൽ ഒരു വലിയ സമ്മാനം ഉണ്ടാകും. എന്താണ് ആ സമ്മാനം? അത് ആർക്കും അറിയില്ല. പക്ഷേ ഈ കളി വളരെ വിചിത്രമാണ്. ചില പസിലുകൾ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്, ചിലത് കലയുമായി. ഓരോ കളിക്കാരനും ഒരു കോഡ് നാമം ഉണ്ടായിരിക്കും. അങ്കിളിന്റെ കോഡ് ചാര എന്നായിരുന്നു. അജിത്ത് ഒരു നിമിഷം നിർത്തി. ഈ കളിയിൽ എന്റെ കോഡ് വേട്ടക്കാരൻ ആയിരുന്നു. വിക്രം ചിന്തിച്ചു. ചോദ്യം ചെയ്യുന്നവൻ എന്ന പേരും ചാര, വേട്ടക്കാരൻ എന്നീ പേരുകളും. ഈ കളിയിൽ എന്തോ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വിക്രമിന് തോന്നി. വർക്കി സാർ എന്തുകൊണ്ട് മരിച്ചു? അജിത്ത് ദയനീയമായി വിക്രമിനെ നോക്കി. അങ്കിൾ ഈ കളി ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ കളി തുടങ്ങിയാൽ ഉപേക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ കണ്ട ആ റോസാപ്പൂവ്, അത് ആ കളിയിലെ ഒരു പ്രതീകമാണ്. മരണത്തെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ആ റോസാപ്പൂവ് അവിടെ വെച്ചിരിക്കുന്നത്? കളിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് നൽകുന്ന സൂചനയാണത്. അജിത്ത് പറഞ്ഞതൊക്കെ വിക്രത്തിന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. പക്ഷേ അജിത്തിന്റെ സംസാരത്തിലെ സത്യസന്ധത വിക്രമിനെ ചിന്തിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചീട്ട്, ക്യൂൺ ഓഫ് സ്പേഡ്സ്, അത് എന്താണ് സൂചിപ്പിക്കുന്നത്? വിക്രം ചോദിച്ചു. അത് കളിയിലെ അടുത്ത സൂചനയാണ്. അടുത്ത കളിക്ക് സമയമായി എന്ന്. അത് എന്നെക്കുറിച്ചുള്ള സൂചന കൂടിയാണ്. ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് അങ്കിളിന് അറിയാമായിരുന്നു, അജിത്ത് പറഞ്ഞു. വിക്രത്തിന് അജിത്തിന്റെ വാക്കുകൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്നാൽ വർക്കിയുടെ മരണമുറിയിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ അജിത്ത് പറഞ്ഞതുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. വിക്രം ഫോണെടുത്ത് സുനിലിനെ വിളിച്ചു. നീ ഇപ്പോൾ തന്നെ വർക്കിയുടെ വീട്ടിലേക്ക് പോകണം. അദ്ദേഹത്തിന്റെ പഠനമുറിയിൽ റോസാപ്പൂ എന്നു പേരുള്ള ഒരു പുസ്തകമുണ്ടാകും. അത് എനിക്ക് ഉടൻ അയച്ചു തരണം. പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് വിക്രമിന് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ കൊലയാളി ഇട്ട ഒരു കെണിയാകാം. എങ്കിലും വിക്രം കാത്തിരുന്നു. അല്പസമയത്തിന് ശേഷം സുനിൽ തിരികെ വിളിച്ചു. സാർ, നിങ്ങൾ പറഞ്ഞ പുസ്തകം ഇവിടെയുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു തുണ്ട് പേപ്പർ ഉണ്ട്. വിക്രം ആകാംക്ഷയോടെ കാത്തുനിന്നു. സുനിൽ അടുത്ത നിമിഷം വായിച്ചു. ഞാൻ ജാപ്പനീസ് പൂന്തോട്ടത്തിൽ കാത്തിരിക്കും. വിക്രമിന്റെ നെറ്റിച്ചുളിഞ്ഞു. ജാപ്പനീസ് പൂന്തോട്ടമോ? അതൊരു സ്ഥലമാണോ അതോ മറ്റൊരു സൂചനയോ? വിക്രം തന്റെ ഓഫീസിന്റെ ഭൂപടത്തിൽ നഗരത്തിലെ ജാപ്പനീസ് പൂന്തോട്ടങ്ങൾ തിരഞ്ഞു. അപ്പോഴാണ് മേശപ്പുറത്തെ ഒരു പഴയ പത്രവാർത്ത അയാളുടെ കണ്ണിൽ പതിഞ്ഞത്. അതിൽ വർക്കിയുടെയും മറ്റു ചിലരുടെയും ചിത്രം. തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ദുരൂഹമായ കൊലപാതക കേസിലെ സാക്ഷികൾ. വിക്രം ഞെട്ടലോടെ ആ വാർത്ത വായിച്ചു. കൊലപാതകം, സാക്ഷികൾ എന്നീ വാക്കുകൾ അയാളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. പഴയ പത്രവാർത്തയിൽ വിക്രമിന്റെ കണ്ണുകൾ ഉടക്കി. ദുരൂഹമായ കൊലപാതക കേസിലെ സാക്ഷികൾ എന്ന തലക്കെട്ടിന് താഴെ വർക്കിയുടെ ചിരിക്കുന്ന മുഖം. അത് 20 വർഷം മുൻപുള്ള ഒരു കൊലപാതകമായിരുന്നു. ഒരു പ്രശസ്ത എഴുത്തുകാരനായ ജോസഫിന്റെ മരണം.
പോലീസ് ആത്മഹത്യയാണെന്ന് വിധി എഴുതിയ ആ കേസ് പിന്നീട് ആർക്കും ഓർമ്മയില്ലാത്ത ഒരു പഴയ ഫയലായി മാറി. ജോസഫിന്റെ മരണത്തിലെ ഏക സാക്ഷിയായിരുന്നു വർക്കി. വിക്രം അജിത്ത് പറഞ്ഞ വാക്കുകൾ ഓർത്തു. ചോദ്യം ചെയ്യുന്നവൻ ഇത് ജോസഫിന്റെ മരണവുമായി ബന്ധമുണ്ടെന്ന് വിക്രമിന് തോന്നി. വർക്കി മരിച്ചത് ജോസഫിന്റെ മരണത്തിലെ രഹസ്യം പുറത്തുവരുമെന്ന ഭയം കൊണ്ടാണോ, അതോ ആ രഹസ്യം അറിയുന്നതുകൊണ്ടാണോ? ജാപ്പനീസ് പൂന്തോട്ടത്തിൽ കാത്തിരിക്കും സുനിൽ വിളിച്ചു പറഞ്ഞ ആ വാക്കുകൾ വിക്രമിന്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. അജിത്ത് പറഞ്ഞത് ശരിയാണെങ്കിൽ ഇത് അടുത്ത കളിയുടെ തുടക്കമാണ്. വിക്രം തന്റെ ജീപ്പിൽ കയറി നേരെ നഗരത്തിലെ ജാപ്പനീസ് പൂന്തോട്ടത്തിലേക്ക് തിരിച്ചു. രാത്രിയുടെ നിശബ്ദതയിൽ നഗരത്തിലെ തെരുവുകൾ വിജനമായിരുന്നു. പൂന്തോട്ടത്തിന്റെ കവാടത്തിന് മുന്നിൽ ജീപ്പ് നിർത്തി. കവാടം തുറന്നു കിടക്കുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ കാറ്റ് ഇലകളെ ഇളക്കി ഒരു മർമ്മരം പുറപ്പെടുവിച്ചു. പൂന്തോട്ടം മുഴുവൻ ചുവപ്പും മഞ്ഞയും നിറങ്ങളുള്ള വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ആ വെളിച്ചത്തിൽ ഒരു കുന്നിന്റെ മുകളിലെ ബുദ്ധന്റെ പ്രതിമയുടെ മുന്നിൽ ഒരു നിഴൽ അനങ്ങുന്നതായി വിക്രം കണ്ടു. അയാളുടെ തോക്കിലേക്ക് കൈ നീട്ടി. കാൽപ്പെരുമാറ്റം ശ്രദ്ധയോടെ മുന്നോട്ട് നടന്നു. എന്നാൽ അവിടെ ആരുമുണ്ടായിരുന്നില്ല. പകരം ബുദ്ധന്റെ കൈകളിൽ ഒരു ചെറിയ പെട്ടിയുണ്ടായിരുന്നു. പെട്ടി തുറന്നപ്പോൾ അതിൽ ഒരു പഴയ ഫോട്ടോയും ഒരു ചെറിയ കുറിപ്പുമുണ്ടായിരുന്നു. ഫോട്ടോയിൽ ഒരു പറ്റം ചെറുപ്പക്കാർ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിൽ ഒരാൾ വർക്കി, പിന്നെ മറ്റൊരാൾ പത്രത്തിൽ കണ്ട എഴുത്തുകാരൻ ജോസഫ്, പിന്നെ അജിത്തിന്റെ അച്ഛൻ, അങ്ങനെ 6 പേർ. കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ചോദ്യം ചെയ്യുന്നവന് ഒരിക്കലും മറുപടി പറയാത്തവന് മരണമാണ് വിധി. അത് വിക്രമിനെ ഞെട്ടിച്ചു. ഇത് കേവലം ഒരു കൊലപാതകമായിരുന്നില്ല, ഇത് ഒരു കൂട്ടം ആളുകളുടെ മരണത്തിലേക്കുള്ള ഒരു കളിയായിരുന്നു. കുറിപ്പിന്റെ താഴെ മറ്റൊരു വാക്യം കൂടി ഉണ്ടായിരുന്നു: കളി തുടങ്ങിയിരിക്കുന്നു, മിസ്റ്റർ വിക്രം. അടുത്തത് ആരെന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത സൂചന നിങ്ങൾ കണ്ടുപിടിക്കും. അതേ നിമിഷം വിക്രമിന്റെ ഫോൺ റിംഗ് ചെയ്തു. അജ്ഞാത നമ്പറിൽ നിന്നുള്ള ഒരു കോൾ. വിക്രം കാൽ എടുത്തു. മറുതലക്കൽ ഒരു കമ്പ്യൂട്ടർ ശബ്ദം ഇങ്ങനെ പറഞ്ഞു: കൊലയാളിയെ കണ്ടെത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ചോദ്യം. ആരാണ് സത്യം മറച്ചുവെച്ചത്, ചതിയനോ അതോ ചോദ്യം ചെയ്യുന്നവനോ? വിക്രം ഫോൺ കട്ട് ചെയ്തു. തന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നത് അയാൾ അറിഞ്ഞു. താൻ കേവലം ഒരു അന്വേഷകനല്ല, താൻ ഇപ്പോൾ ഈ കളിയുടെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഈ നിഗൂഢമായ കളിയിൽ അടുത്തത് ആരുടെ ഊഴമാണ്? വിക്രം ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുമോ? ഈ കൂട്ടക്കൊലപാതകത്തിന് പിന്നിലെ രഹസ്യം എന്തായിരിക്കും? വിക്രം സ്റ്റേഷനിൽ തിരിച്ചെത്തി. സമയം അതിരാത്രിയായിരുന്നു. അജിത്ത് ഇപ്പോഴും അറസ്റ്റ് മുറിയിലുണ്ട്. വിക്രം അയാളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു: എന്താണ് സത്യം മറച്ചുവെച്ചത്, ചതിയനോ അതോ ചോദ്യം ചെയ്യുന്നവനോ? അജിത്ത് വിക്രമിനെ നോക്കി ചിരിച്ചു. ഇതൊരു സൂചനയാണ് സാർ. ഈ കളിയിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്: സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവർ. വർക്കി അങ്കിൾ അതിൽ ഒരാളായിരുന്നു. നീ എന്തിനാണ് എന്നോട് ഇതെല്ലാം പറയുന്നത്? നിനക്ക് എന്നെ സഹായിക്കാൻ താൽപ്പര്യമുണ്ടോ? ഇല്ല സാർ, എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കണം. അജിത്തിന്റെ വാക്കുകൾ വിക്രമിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. വിക്രം അയാളെ വെറുതെ വിടാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും അജിത്തിനെ നിരീക്ഷിക്കാൻ അദ്ദേഹം രഹസ്യമായി സുനിലിനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ വിക്രം വീണ്ടും വർക്കിയുടെ വീട്ടിലേക്ക് പോയി. അയാൾക്ക് എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് വിക്രം പ്രതീക്ഷിച്ചു. വീട്ടിലെ എല്ലാ സാധനങ്ങളും വിക്രം പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ പഠനമുറിയിലെ മേശ തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു രഹസ്യ അറ കണ്ടു. അതിനകത്ത് ഒരു പഴയ ഡയറിയും ഒരു ചെറിയ താക്കോലുമുണ്ടായിരുന്നു. ഡയറിയിൽ വർക്കി എഴുതിയ കാര്യങ്ങൾ വിക്രം വായിക്കാൻ തുടങ്ങി. 1995-ലെ ആ രാത്രി എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു: ഞാൻ, ജോസഫ്, തോമസ്, അനിൽ, രാഘവൻ, മേരി. ഞങ്ങൾ ഒരു കളി കളിക്കാൻ തുടങ്ങി. ചോദ്യം ചെയ്യുന്നവൻ എന്ന ഞങ്ങൾക്ക് പേര് കിട്ടി. ജോസഫിനായിരുന്നു ഇതിലെ നായക കഥാപാത്രം. പിന്നീട് കളി വളരെ അപകടകരമായ ഒന്നായി മാറി. ഒരു കൂട്ടുകാരന്റെ മരണം ഒരു സാധാരണ സംഭവമായി മാറി. ജോസഫ് അത് വെളിപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ ഞങ്ങൾ 5 പേരും അവനെ തടഞ്ഞു. അത് അവനൊരു വലിയ ആഘാതമായി. പിന്നീട് ജോസഫ് ആത്മഹത്യ ചെയ്തു. ഞങ്ങൾ 5 പേർ മാത്രമായി ഈ ലോകത്ത്. പക്ഷേ കഴിഞ്ഞ 20 വർഷം ഞങ്ങൾക്ക് സമാധാനമില്ലായിരുന്നു. വിക്രം ഞെട്ടലോടെ ഡയറി അടച്ചു. വർക്കിയും കൂട്ടുകാരും ചേർന്ന് ഒരു കൊലപാതകം മറച്ചുവെച്ചു. ജോസഫിന്റെ മരണം ആത്മഹത്യയായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. കൊലയാളി ആരാണെന്ന് വിക്രമിന് മനസ്സിലായി. പക്ഷേ ഈ കളിയിൽ ഇനിയും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. അജിത്തിന്റെ വാക്കുകൾ വീണ്ടും വിക്രമിന്റെ മനസ്സിൽ മുഴങ്ങി. ഞാൻ എന്റെ ജീവൻ രക്ഷിക്കണം. അജിത്ത് ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് സാക്ഷിയായിരിക്കാം. വിക്രം ഡയറിയും താക്കോലും പോക്കറ്റിലിട്ടു. ആ താക്കോൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു.
പക്ഷേ അത് അടുത്ത സൂചനയിലേക്കുള്ള വഴിയായിരിക്കുമെന്ന് വിക്രമിന് തോന്നി. വിക്രം തന്റെ ജീപ്പിലേക്ക് കയറി. ഫോൺ എടുത്ത് സുനിലിനെ വിളിച്ചു. അനിൽ, തോമസ്, രാഘവൻ, മേരി എന്നിവരുടെ വിവരങ്ങൾ എനിക്ക് ഉടൻ വേണം. കഴിഞ്ഞ 20 വർഷമായി അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതും വേണം. അജിത്തും വർക്കിയും കളിച്ചിരുന്ന ഗെയിം മരണക്കളിയായിരുന്നു. ആരാണ് ഈ ചോദ്യം ചെയ്യുന്നവൻ? അടുത്ത ഇര ആര്? വിക്രം ഈ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തു കൊണ്ടുവരും? വിക്രം സ്റ്റേഷനിൽ തിരിച്ചെത്തി. വർക്കിയുടെ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അയാളുടെ തലച്ചോറിൽ അഗ്നി പടർത്തി. ഡയറിയിൽ വർക്കി എഴുതിയ പേരുകൾ വിക്രം തന്റെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തു. അനിൽ, തോമസ്, രാഘവൻ, മേരി. ഈ 4 പേരെയും കണ്ടെത്താൻ വിക്രം തന്റെ ടീമിനോട് ആവശ്യപ്പെട്ടു. വിക്രം തന്റെ ഓഫീസിലിരുന്ന് ആ ഡയറി വീണ്ടും വായിച്ചു. 20 വർഷം മുൻപുള്ള ഒരു രാത്രിയുടെ കഥ, ഒരു കൂട്ടുകാരന്റെ ദുരൂഹമായ മരണം, അത് മറച്ചുവെച്ചതിന്റെ കഥ. ഈ രഹസ്യം പുറത്തുവരുമ്പോൾ ഒരുപക്ഷെ വർക്കിയുടെ മരണം ആത്മഹത്യയായിരുന്നില്ല. അപ്പോഴാണ് വിക്രമിന്റെ ഫോൺ റിംഗ് ചെയ്തത്. അത് അജ്ഞാത നമ്പറിൽ നിന്നുള്ള ഒരു കോളായിരുന്നു. അയാൾ ഫോൺ എടുത്തു. മറുതലക്കൽ അതേ കമ്പ്യൂട്ടർ ശബ്ദം. കളിയിലെ അടുത്ത സൂചന നിങ്ങൾ കണ്ടെത്തിയില്ലേ മിസ്റ്റർ വിക്രം? താക്കോൽ നിങ്ങളുടെ കയ്യിലില്ലേ? നിങ്ങൾ ആരാണ്? വിക്രം ശബ്ദമുയർത്തി ചോദിച്ചു. ഞാൻ കളിക്കാരൻ. നിങ്ങൾ ആ ചോദ്യം ചെയ്യുന്നവന്റെ കളിക്കാരൻ. താക്കോലിന് അതിൻ്റേതായ ഒരു കഥയുണ്ട്. ആ കഥയുടെ അവസാനം ആ താക്കോൽ വെച്ച് ഒരു വാതിൽ തുറക്കാൻ കഴിയും. ആ വാതിൽ തുറന്നാൽ സത്യം പുറത്തുവരും. ഫോൺ കട്ട് ചെയ്തു. വിക്രം ഡയറിയിലെ താക്കോൽ എടുത്ത് തന്റെ പോക്കറ്റിലിട്ടു. ആ താക്കോൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അത് അടുത്ത സൂചനയിലേക്കുള്ള വഴിയായിരിക്കുമെന്ന് വിക്രമിന് തോന്നി. അപ്പോഴാണ് സുനിൽ വിളിച്ചത്. സാർ, നിങ്ങൾ ആവശ്യപ്പെട്ട ആളുകളെ ഞങ്ങൾ കണ്ടെത്തി. അനിൽ, തോമസ്, രാഘവൻ, മേരി. എല്ലാവരും ഇപ്പോൾ നഗരത്തിൽ ഉണ്ട്. അവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് അവരുടെ ജോലി? അനിൽ നഗരത്തിലെ ഒരു പ്രശസ്തനായ ഡോക്ടറാണ്. തോമസ് ഒരു പ്രശസ്തനായ അഭിഭാഷകനാണ്. രാഘവൻ ഒരു റിസോർട്ട് ശൃംഖലയുടെ ഉടമയാണ്. മേരി ഒരു പ്രശസ്ത ചിത്രകാരിയാണ്, സുനിൽ പറഞ്ഞു. മേരിയുടെ പേര് കേട്ടപ്പോൾ വിക്രമിന്റെ മനസ്സിൽ ഒരു മിന്നൽ പിണർ പോലെ ഒരു ചിന്ത കടന്നുപോയി. വർക്കിയുടെ മേശയിൽ നിന്ന് ലഭിച്ച താക്കോൽ, അത് ഒരു ചിത്രത്തിന്റെയോ ഒരു പെയിന്റിംഗിന്റെയോ താക്കോലായിരിക്കുമോ? വിക്രം ഒട്ടും സമയം കളയാതെ മേരിയുടെ ആർട്ട് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു. മേരിയുടെ ആർട്ട് സ്റ്റുഡിയോ നഗരത്തിലെ തിരക്കേറിയ ഒരു ഭാഗത്തായിരുന്നു. സ്റ്റുഡിയോയുടെ വാതിൽ തുറന്നു കിടന്നിരുന്നു. വിക്രം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. സ്റ്റുഡിയോ മുഴുവൻ നിറയെ നിറങ്ങളും പെയിന്റിങ്ങുകളുമായിരുന്നു. ചുമരുകളിൽ തൂക്കിയിട്ട പല ചിത്രങ്ങളും ഭയത്തെയും നിരാശയെയും മരണത്തെയും സൂചിപ്പിക്കുന്നവയായിരുന്നു. മേരിയുടെ മനസ്സിൽ എന്തോ ഭയമുണ്ടെന്ന് വിക്രമിന് മനസ്സിലായി. സ്റ്റുഡിയോയുടെ ഒരറ്റത്ത് ഒരു കസേരയിൽ മേരി ഇരിക്കുന്നുണ്ടായിരുന്നു. വിക്രം അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു. മേരി അനങ്ങുന്നില്ല. വിക്രം അടുത്തേക്ക് ചെന്നു. മേരിയുടെ നെഞ്ചിൽ ഒരു കറുത്ത തുണി കൊണ്ട് ഒരു ചീട്ട് കുത്തിവെച്ചിരിക്കുന്നു. ചീട്ട് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആയിരുന്നു. മേരി മരിച്ചു കഴിഞ്ഞിരുന്നു. അവളുടെ കണ്ണുകൾ തുറന്നു കിടന്നു. ഭയവും നിസ്സഹായതയും ആ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിക്രം തന്റെ പോക്കറ്റിലിരുന്ന താക്കോൽ പുറത്തെടുത്തു. മേശപ്പുറത്ത് ഒരു ചിത്രം തലകീഴായി വെച്ചിരുന്നു. വിക്രം ആ ചിത്രം എടുത്തു. അതൊരു പഴയ വീടിന്റെ ചിത്രമായിരുന്നു. ചിത്രത്തിന്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: സത്യം മറച്ചുവെച്ചാൽ അത് എന്റെ വീട്ടിൽ അടച്ചിടപ്പെടും. വിക്രമിന് മനസ്സിലായി, വർക്കിയുടെ ഡയറിയിൽ കണ്ട താക്കോൽ ഈ വീടിന്റെ താക്കോലാണ്. പക്ഷേ ഈ വീട് എവിടെയാണ്? ആരാണ് ഈ സത്യം അടച്ചിട്ടത്? വിക്രം മേരിയുടെ മൃതദേഹത്തിന് അരികിൽ നിന്നു. അവളുടെ നെഞ്ചിൽ കുത്തിവെച്ച ക്യൂൻ ഓഫ് ഹാർട്ട്സ് ചീട്ട് അയാളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി മാറി. പഴയ വീടിന്റെ ചിത്രവും കയ്യിലിരുന്ന താക്കോലും അയാൾ ഒരുമിച്ച് നോക്കി. വർക്കിയുടെ ഡയറിയിൽ കണ്ട രഹസ്യം ഇപ്പോൾ ഒരു ചിത്രത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു. വിക്രം തന്റെ ഫോണെടുത്ത് സുനിലിനെ വിളിച്ചു. സുനിൽ, പഴയ വീടുകളുടെ രേഖകൾ നോക്കണം. ഈ ചിത്രത്തിലെ വീട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതേസമയം വിക്രമിന്റെ ഫോൺ വീണ്ടും മുഴങ്ങി. അതേ കമ്പ്യൂട്ടർ ശബ്ദം. വീടിന്റെ രഹസ്യം അറിയുന്നതിന് മുൻപ് നിങ്ങൾ എന്റെ അടുത്ത കളിക്കാരനെ കണ്ടുപിടിക്കണം. അവൻ ശരീരത്തെ സുഖപ്പെടുത്തുന്നവനാണ്, പക്ഷേ സത്യത്തെ വിഷമയമാക്കിയവനാണ്. ഫോൺ കട്ടായി. വിക്രം ഉടൻ തന്നെ അനിലിനെ ഓർത്തു. ഡോക്ടറാണ് അനിൽ. അനിൽ, അയാൾ മനസ്സിൽ പറഞ്ഞു. അജിത്തിന്റെ വാക്കുകൾ വീണ്ടും അയാളുടെ മനസ്സിൽ മുഴങ്ങി. ചോദ്യം ചെയ്യുന്നവൻ. വിക്രം ഉടൻ തന്നെ അനിലിന്റെ ക്ലിനിക്കിലേക്ക് തിരിച്ചു. വഴിയിൽ വിക്രം സുനിലിനെ വിളിച്ചു. അനിലിനെ ഉടൻ ബന്ധപ്പെടണം. എനിക്ക് അയാളുടെ ക്ലിനിക്കിന്റെ അഡ്രസ് വേണം. സുനിൽ വിവരങ്ങൾ നൽകി. വിക്രം ക്ലിനിക്കിൽ എത്തി. വാതിൽ തുറന്നു കിടന്നിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. മങ്ങിയ വെളിച്ചത്തിൽ ഒരു കസേരയിൽ അനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു.
അയാളുടെ നെഞ്ചിൽ ഒരു കറുത്ത തുണിയുടെ ചീട്ട് കുത്തിവെച്ചിരുന്നു. ജാക്ക് ഓഫ് സ്പേഡ്സ്. അനിൽ മരിച്ചു കഴിഞ്ഞിരുന്നു. അയാളുടെ മുഖത്ത് ഒരുതരം ആശ്വാസത്തിന്റെ ഭാവമായിരുന്നു. അനിലിന്റെ കയ്യിൽ ഒരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. നിങ്ങൾ സത്യം കണ്ടെത്താൻ പോവുകയാണെങ്കിൽ നിങ്ങൾ മരണത്തെയും കണ്ടെത്തും. വിക്രമിന് മനസ്സിലായി, ഈ കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ഈ കളിയുടെ അവസാന കളിക്കാരൻ ആരായിരിക്കും? വിക്രം ഈ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തുകൊണ്ടുവരും? വിക്രം അനിലിന്റെ മൃതദേഹത്തിന് അരികിൽ നിന്നു. അനിലിന്റെ നെഞ്ചിൽ കുത്തിവെച്ച ജാക്ക് ഓഫ് സ്പേഡ്സ് ചീട്ട് അയാളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി മാറി. വർക്കിയുടെ ഡയറിയിലെ പേരുകൾ വിക്രമിന്റെ മനസ്സിൽ മിന്നിമറഞ്ഞു. വർക്കി എഴുത്തുകാരൻ, കിങ് ഓഫ് ഹാർട്ട്സ്; മേരി ചിത്രകാരി, ക്യൂൻ ഓഫ് ഹാർട്ട്സ്; അനിൽ ഡോക്ടർ, ജാക്ക് ഓഫ് സ്പേഡ്സ്. അടുത്തത് ആരായിരിക്കും? അപ്പോഴാണ് സുനിൽ വിളിച്ചത്. സുനിൽ പറഞ്ഞു, സാർ, തോമസ് റിട്ടയർഡ് ജഡ്ജിയുടെ മകനാണ്. ഇപ്പോൾ പ്രശസ്തനായ അഭിഭാഷകനാണ്. രാഘവൻ ഒരു റിസോർട്ട് ശൃംഖലയുടെ ഉടമയാണ്. വിക്രം അത്ഭുതത്തോടെ ചിന്തിച്ചു. തോമസ് അഭിഭാഷകൻ, നിയമം. ജാക്ക് ഓഫ് സ്പേഡ്സ്, നീതിയുടെ ചിഹ്നം. അപ്പോൾ മേരിയുടെ ചീട്ട് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആയിരുന്നു. ചിത്രകാരി, ഹൃദയത്തെ ആകർഷിക്കുന്ന കല. അപ്പോൾ തോമസിന്റെ ചീട്ട് എന്തായിരിക്കും? ഒരുപക്ഷേ കിങ് ഓഫ് ഡയമണ്ട്സ് ആകുമോ? നിയമം എന്നത് നീതിയുടെ ആഭരണമാണ്. അപ്പോഴാണ് വിക്രമിന്റെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തത്. അത് അതേ കമ്പ്യൂട്ടർ ശബ്ദമായിരുന്നു. മിസ്റ്റർ വിക്രം, നിങ്ങൾ അടുത്ത സൂചന കണ്ടെത്തിയില്ലേ? നീതിയെ തുലച്ചവൻ, അവൻ എന്റെ അടുത്ത കളിക്കാരനാണ്. നിങ്ങൾ അയാളെ കണ്ടെത്തുമോ? അതോ കളിയുടെ അടുത്ത ഘട്ടം എന്റെ കൈകളിലായിരിക്കുമോ? ഫോൺ കട്ടായി. വിക്രം ഉടൻ തന്നെ തോമസിന്റെ ഓഫീസിലേക്ക് തിരിച്ചു. തോമസ് പ്രശസ്തനായ അഭിഭാഷകനാണ്. നഗരത്തിലെ ഒരു വലിയ കെട്ടിടത്തിലെ 20 നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ്. വിക്രം ലിഫ്റ്റിൽ കയറി 20 നിലയിലെത്തി. ഓഫീസിന്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു. വിക്രം അകത്തേക്ക് കയറി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഓഫീസിന്റെ ചുമരുകളിൽ നിയമത്തെക്കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങളും ചിത്രങ്ങളും ഉണ്ടായിരുന്നു. വിക്രം പതിയെ നടന്നു. ഒരു കസേരയിൽ തോമസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നെഞ്ചിൽ ഒരു കറുത്ത തുണിയുടെ ചീട്ട് കുത്തിവെച്ചിരുന്നു. കിങ് ഓഫ് ഡയമണ്ട്സ്. തോമസ് മരിച്ചു കഴിഞ്ഞിരുന്നു. തോമസിന്റെ മേശപ്പുറത്ത് ഒരു പുതിയ കുറിപ്പ്. കളിയിൽ അടുത്തത് ഒരു വാതിലാണ്. ആ വാതിൽ തുറക്കാൻ നീതിക്ക് മാത്രമേ കഴിയൂ. ആ താക്കോൽ നിനക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയൂ. വിക്രമിന് മനസ്സിലായി, കൊലയാളി ഓരോരുത്തരുടെയും ജോലിയുമായി ബന്ധമുള്ള ചീട്ടുകളാണ് ഉപയോഗിക്കുന്നത്. വർക്കിയുടെ ഡയറിയിൽ കണ്ട താക്കോൽ, അത് തോമസിന്റെ ഓഫീസിലുള്ള ഒരു രഹസ്യ അറയുടെ താക്കോലായിരിക്കുമോ? വിക്രം എല്ലാ സ്ഥലത്തും പരിശോധിച്ചു. പക്ഷേ ഒന്നും കണ്ടെത്തിയില്ല. അവസാനത്തെ ഇര ആരായിരിക്കും? വിക്രം ഈ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തുകൊണ്ടുവരും? വിക്രം ഫോണെടുത്ത് സുനിലിനെ വിളിച്ചു. സുനിൽ, ഞാൻ തോമസിന്റെ ഓഫീസിലുണ്ട്. അയാൾ മരിച്ചു. വിക്രം തോമസിന്റെ ഓഫീസിൽ തനിച്ചായി. പോലീസ് ഓഫീസർമാർ മൃതദേഹം കൊണ്ടുപോകാൻ വന്നപ്പോൾ വിക്രം അവരെ അകറ്റാൻ ആവശ്യപ്പെട്ടു. ഡയറിയിൽ കണ്ട താക്കോൽ, മേരിയുടെ ചിത്രത്തിലെ വീട്, അനിലിന്റെ കുറിപ്പിലെ മരണഭീഷണി, തോമസിന്റെ നെഞ്ചിൽ കണ്ട കിങ് ഓഫ് ഡയമണ്ട്സ് ചീട്ട്, ഇതെല്ലാം വിക്രമിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റായി വീശി. നീതിക്ക് മാത്രമേ താക്കോൽ കണ്ടെത്താൻ കഴിയൂ എന്ന തോമസിന്റെ കുറിപ്പ് വിക്രമിന്റെ മനസ്സിൽ മുഴങ്ങി. ഒരു അഭിഭാഷകന്റെ ഓഫീസ്, നീതിയുടെ പ്രതീകം. വിക്രം വീണ്ടും മേശയുടെ അടുത്തേക്ക് നടന്നു. ഒരുപക്ഷേ ഇയാൾ ഇവിടെ എവിടെയെങ്കിലും ഒരു അറയിലോ മറ്റോ ഒളിപ്പിച്ചിട്ടുണ്ടാവാം. വിക്രം മേശ മുഴുവൻ പരിശോധിച്ചു. ഒന്നും കണ്ടില്ല. അപ്പോഴാണ് അയാൾ ചുമരിലുള്ള ഒരു നിയമപുസ്തകങ്ങളുടെ ഷെൽഫ് ശ്രദ്ധിച്ചത്. നീതി എന്ന വാക്ക് അയാളുടെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. ഒരുപക്ഷേ ഈ പുസ്തകങ്ങളാണ് താക്കോലായിരിക്കാം. വിക്രം പുസ്തകങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. പുസ്തകങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോഴാണ് അയാൾ ഒരു പുസ്തകം ശ്രദ്ധിച്ചത്. കേസ് ഡയറി 2004. 20 വർഷം മുൻപത്തെ ഒരു കേസിന്റെ രേഖകൾ. അത് വർക്കി എഴുതിയ ഡയറിയുമായി ബന്ധമുണ്ടായിരിക്കുമോ? വിക്രം ആ പുസ്തകം പുറത്തെടുത്തു. ഷെൽഫിന്റെ ഉള്ളിൽ ഒരു ചെറിയ അറ തുറന്നുവന്നു. അതിന്റെ ഉള്ളിൽ ഒരു താക്കോൽ ഉണ്ടായിരുന്നു. ആ താക്കോൽ വർക്കിയുടെ ഡയറിയിൽ കണ്ട താക്കോലുമായി സാമ്യമുണ്ടായിരുന്നില്ല. ഇത് ഒരു വീടിന്റെ താക്കോലല്ല. ഒരു പക്ഷേ ഒരു അറയുടെയോ ഒരു കമ്പ്യൂട്ടറിന്റെയോ താക്കോലായിരിക്കുമോ? അപ്പോഴാണ് വിക്രമിന്റെ ഫോൺ വീണ്ടും മുഴങ്ങിയത്. അതേ കമ്പ്യൂട്ടർ ശബ്ദം. മിസ്റ്റർ വിക്രം, നിങ്ങൾ അടുത്ത താക്കോൽ കണ്ടെത്തിയില്ലേ? ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അടുത്ത ഇരയാണ്. അടുത്ത ഇര ഒരു വ്യാപാരിയാണ്. പക്ഷേ അവൻ പണം കൊണ്ട് നീതിയെ ചവിട്ടിമെതിച്ചവനാണ്. അവനാണ് ഈ കളിയുടെ അവസാന കണ്ണി. അവന്റെ ജീവിതം ഒരു സുവർണ കൂടാണ്. ഫോൺ കട്ട് ചെയ്തു. വിക്രം വേഗത്തിൽ ചിന്തിച്ചു. വ്യാപാരി, പണം, നീതിയെ ചവിട്ടിമെതിച്ചവൻ, സുവർണ കൂട്. ഇത് രാഘവനെക്കുറിച്ചാണ്.
രാഘവൻ ഒരു റിസോർട്ട് ശൃംഖലയുടെ ഉടമയാണ്. സുവർണക്കൂട് എന്ന വാക്ക് വിക്രമിന്റെ മനസ്സിൽ ഒരു മിന്നൽപ്പിണർ പോലെ കടന്നുപോയി. പണക്കാർക്ക് താമസിക്കാൻ കഴിയുന്ന വലിയ റിസോർട്ടുകൾ, അത് ഒരു സുവർണക്കൂടിലെ. വിക്രം തന്റെ പോക്കറ്റിലിരുന്ന താക്കോലെടുത്തു. അത് കമ്പ്യൂട്ടർ മെമ്മറി കാർഡിന്റെ രൂപത്തിലായിരുന്നു. വിക്രം സുനിലിനെ വിളിച്ചു. സുനിൽ, നിങ്ങൾ രാഘവന്റെ റിസോർട്ടുകളുടെ രേഖകൾ നോക്കണം. ഉടൻ തന്നെ ഒരു സെർച്ച് വാറന്റ് സംഘടിപ്പിക്കണം. അവസാന കളിക്കാരനായ രാഘവന്റെ അടുത്തേക്ക് വിക്രം തിരിച്ചു. അയാൾക്ക് മനസ്സിലായി, ഈ കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ഈ കളിയുടെ അവസാന കണ്ണി രാഘവനാണോ? വിക്രം രാഘവന്റെ റിസോർട്ടിലേക്ക് പാഞ്ഞെത്തി. സുവർണക്കൂട് എന്ന ആ പേര് ശരിയായിരുന്നു. നഗരത്തിരക്കുകളിൽ നിന്ന് അകന്ന് അതിമനോഹരമായ ഒരു തടാകത്തിന്റെ തീരത്തായിരുന്നു അത്. രാഘവന്റെ ഓഫീസ് മുറി തുറന്നു കിടന്നിരുന്നു. വിക്രം വേഗത്തിൽ അകത്തേക്ക് കടന്നു. മുറിയുടെ നടുവിൽ ഒരു കസേരയിൽ രാഘവൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. രാഘവന്റെ നെഞ്ചിൽ ഒരു ചീട്ട് കുത്തിവെച്ചിരുന്നു. കിങ് ഓഫ് ക്ലബ്സ് സെഡു തെരനയെ മെനിര. വിക്രം തന്റെ പോക്കറ്റിലിരുന്ന മെമ്മറി കാർഡ് എടുത്തു. അത് കമ്പ്യൂട്ടറിലേക്ക് തിരുകി. ഒരു ചെറിയ ഫോൾഡർ തുറന്നു വന്നു. അതിൽ ഒരു വീഡിയോ ഫയൽ ഉണ്ടായിരുന്നു. വിക്രം അത് പ്ലേ ചെയ്തു. വീഡിയോയിൽ 2004 ഒരു കോടതി മുറിയിലെ ദൃശ്യങ്ങളാണ്. ഒരു കാർ അപകടത്തെക്കുറിച്ചുള്ള കേസ് നടക്കുകയാണ്. വർക്കി, മേരി, അനിൽ, തോമസ്, രാഘവൻ എന്നിവർ കോടതിയിൽ സാക്ഷികളായി നിൽക്കുന്നു. പ്രതിഭാഗത്ത് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അയാൾ കരഞ്ഞുകൊണ്ട് തന്റെ മകന്റെ ഫോട്ടോ ജഡ്ജിക്ക് നൽകുന്നു. പ്രതി രാഘവന്റെ കാറാണ് മകനെ ഇടിച്ചത്. എന്നാൽ ഈ 5 പേരുടെയും വ്യാജ സാക്ഷിമൊഴികൾ കാരണം കേസ് തള്ളിക്കളയുന്നു. വിക്രം ഞെട്ടിത്തെറിച്ചു. പിന്നീട് ആ കമ്പ്യൂട്ടർ ശബ്ദം വീണ്ടും കേട്ടു. മിസ്റ്റർ വിക്രം, നിങ്ങൾ സത്യം കണ്ടെത്തി. ഈ 5 പേർ എന്റെ മകന്റെ ജീവനാണ് എടുത്തത്. അവർ നീതിയെ ചവിട്ടിമെതിച്ചു. എന്റെ പേര് അരുൺ. എന്റെ മകൻ മരിച്ചപ്പോൾ ഞാൻ മരിച്ചു. ഈ നീതികേടിന് ഞാൻ പ്രതികാരം ചെയ്തു. അവർ ഓരോരുത്തരുടെയും ജീവിതം ഞാൻ ഒരു ഗെയിം ആക്കി മാറ്റി. അരുൺ തുടർന്നു. അവസാനത്തെ കാര്യം, നിങ്ങൾ കണ്ടെത്തിയ താക്കോൽ, അത് നിങ്ങളുടെ ഫോണിലെ ഒരു ഫയലാണ്. വിക്രം തന്റെ ഫോൺ എടുത്തു നോക്കി. ഒരു ഫയൽ ഉണ്ടായിരുന്നു. അത് ഒരു ഓഡിയോ ഫയലായിരുന്നു. വിക്രം അത് പ്ലേ ചെയ്തു. അത് സുനിലിന്റെ ശബ്ദമായിരുന്നു. സാർ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. എന്റെ തെറ്റാണ് ഈ 5 പേരുടെ ജീവൻ എടുത്തത്. ഈ കളിയിലെ അവസാനത്തെ കളിക്കാരൻ ഞാനാണ്. ജോക്കർ. കളിയുടെ അവസാനം കളിയെ സഹായിച്ചവൻ സ്വന്തം ജീവൻ എടുക്കും. ഞാൻ എന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. വിക്രം തളർന്നു നിലത്തിരുന്നു. കൊലയാളി സുനിലായിരുന്നു. വിക്രമിനെ ഫോൺ വിളിച്ച് സഹായിച്ചിരുന്നത് സുനിൽ ആയിരുന്നു. എല്ലാം ഒരു കളിയായിരുന്നു. അതിന്റെ അവസാനം സുനിലിന്റെ ജീവൻ എടുക്കുന്ന ഒരു കളി. സുനിൽ സ്വയം മരിച്ചു. വിക്രം ആ കാഴ്ചയിൽ തളർന്നു. എല്ലാം അവസാനിച്ചു. സുനിലിന്റെ അവസാന ഓഡിയോ സന്ദേശം വിക്രമിന്റെ തലച്ചോറിലെ ഓരോ കോശങ്ങളെയും മരവിപ്പിച്ചു. ഒരു നിമിഷം എല്ലാം ഇരുട്ടിലായി. തന്റെ കൂടെ നിന്ന് തന്നെ സഹായിച്ചവൻ തന്നെയാണ് കൊലയാളി. നീതിക്കായി താൻ നടത്തിയ യാത്ര യഥാർത്ഥത്തിൽ ഒരു കൊലയാളിയുടെ കളിയിലെ കരു മാത്രമായിരുന്നു. വിക്രം ഫോൺ താഴെ വെച്ച് രാഘവന്റെ ഓഫീസ് മുറിയിലെ കസേരയിൽ തളർന്നിരുന്നു. സുനിൽ ഒരു ജോക്കറാണെന്ന് പറഞ്ഞപ്പോൾ അത് കളിയെക്കുറിച്ച് മാത്രമായിരുന്നില്ല, തന്റെ ജീവിതത്തെക്കുറിച്ചു കൂടിയായിരുന്നെന്ന് വിക്രമിന് മനസ്സിലായി. ആ 5 പേർ ചെയ്ത തെറ്റിന് സുനിൽ തന്റെ ജീവിതം ഒരു ജോക്കർ കാർഡിനെ പോലെ ഉപയോഗിച്ചു. തന്റെ ഫോണിലെ ഫയൽ ക്ലോസ് ചെയ്ത് വിക്രം കമ്പ്യൂട്ടറിലേക്ക് നോക്കി. അവിടെ ഒരു ഫയൽ കൂടിയുണ്ടായിരുന്നു. റിക്കവറി. അത് സുനിലിന്റെ ഫോണിലെ അവസാന ഫയലായിരുന്നു. വിക്രം അത് തുറന്നു. അതിൽ സുനിലിന്റെ ഒരു വീഡിയോ സന്ദേശം ഉണ്ടായിരുന്നു. മിസ്റ്റർ വിക്രം, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ഞാൻ ഈ 5 പേരെയും കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ പ്രതികാരത്തിനായിരുന്നു മുൻഗണന നൽകിയത്. പക്ഷേ അത് നീതികേടായി മാറുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ കളിയുടെ ഭാഗമാക്കിയത്. നിങ്ങൾക്ക് സത്യം അറിയണമായിരുന്നു. ഈ ഫയലിൽ 2004 കാറപ്പഴത്തെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുമുണ്ട്. അത് തെളിയിക്കുന്ന രേഖകളും സാക്ഷിമൊഴികളും. വർക്കി, മേരി, അനിൽ, തോമസ്, രാഘവൻ എന്നിവരുടെ തെറ്റുകൾക്ക് അവർക്ക് നിയമപരമായി ശിക്ഷ ലഭിക്കണമായിരുന്നു. പക്ഷേ ലഭിച്ചില്ല. അവർ പണം കൊണ്ട് എല്ലാം ഒതുക്കി. ഒരു സാധാരണക്കാരനായ ഡ്രൈവറെ, എന്റെ അച്ഛനെ, ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. ആ 5 പേരും വ്യാജസാക്ഷികളായി നിന്നപ്പോൾ എന്റെ അച്ഛന്റെ കാർ ആയിരുന്നു അപകടമുണ്ടാക്കിയതെന്ന് കോടതി വിധിച്ചു. എന്റെ അച്ഛൻ മാനസികമായി തകർന്നു. എന്റെ അമ്മ ആ വേദനയിൽ മരിച്ചു. എന്റെ ജീവിതം എന്റെ കൈകളിൽ നിന്ന് നഷ്ടമായി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവരെ ഓരോരുത്തരെയും കണ്ടെത്തി. എന്റെ അച്ഛൻ നീതി ലഭിക്കാനായി ഞാൻ ഈ കളി ആരംഭിച്ചു. ഇതൊരു ഗെയിം മാത്രമായിരുന്നില്ല, മിസ്റ്റർ വിക്രം.
ഇത് സത്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു വഴിയായിരുന്നു. നിങ്ങൾ ഈ ഫയൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കണം. ഈ ഫയലുകൾ കോടതിയിൽ സമർപ്പിക്കണം. എനിക്ക് തെറ്റുകൾ പറ്റി, പക്ഷേ എന്റെ ഉദ്ദേശ്യം നീതിയായിരുന്നു. ഞാൻ ഈ കളിയിൽ എന്റെ ജോലിയെ അർത്ഥപൂർണമാക്കി. എന്റെ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. സുനിലിന്റെ വീഡിയോ സന്ദേശം അവസാനിച്ചു. വിക്രമിന്റെ മനസ്സ് ആശയക്കുഴപ്പത്തിലായി. കൊലപാതകത്തിന്റെ പിന്നിലെ രഹസ്യം ഇപ്പോൾ വെളിച്ചത്തു വന്നിരിക്കുന്നു. സുനിലിന്റെ വാക്കുകൾ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. ഈ ഫയലുകൾ ഉപയോഗിച്ച് സത്യം പുറത്തു കൊണ്ടുവരുമോ അതോ ഈ രഹസ്യങ്ങൾ എന്നേക്കുമായി ഒളിപ്പിക്കുമോ? അദ്ദേഹം പോക്കറ്റിലിരുന്ന ഫോണെടുത്തു. അവിടെ സുനിലിന്റെ പഴയ ഓഡിയോ സന്ദേശങ്ങളുണ്ടായിരുന്നു. ഒരു ഫയൽ കൂടി ഉണ്ടായിരുന്നു, ഫൈനൽ ചാപ്റ്റർ. അതിൽ സുനിൽ പറഞ്ഞു, കളിയുടെ അവസാനം, അത് നിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. ഈ ഗെയിം പൂർത്തിയാക്കാനുള്ള താക്കോൽ നിങ്ങളിലാണ്. രാഘവന്റെ മുറിയിലെ നിശബ്ദതയിൽ വിക്രം തനിച്ചായിരുന്നു. സുനിലിന്റെ അവസാന ഓഡിയോ സന്ദേശം അയാളുടെ കാതുകളിൽ മുഴങ്ങി. കളിയുടെ അവസാനം, അത് നിങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. വിക്രമിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് അലറി. കൊലയാളിയുടെ കളിയിലെ കരുവാണോ താൻ? നീതിക്കുവേണ്ടി അയാൾ ചെയ്ത കൊലപാതകങ്ങളെ ന്യായീകരിക്കാൻ തനിക്ക് കഴിയുമോ? ഈ തെളിവുകൾ പുറത്തുവിട്ടാൽ ലോകം എന്ത് ചിന്തിക്കും? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കൊലയാളിയുടെ രഹസ്യങ്ങൾ പുറത്തുവിട്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? വിക്രം തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ജനലിനരികിലേക്ക് നടന്നു. നഗരം ശാന്തമായി ഉറങ്ങുന്നു. ഈ നഗരത്തിലെ ഒരു സാധാരണക്കാരനായ ഡ്രൈവർക്ക് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ 5 ധനികരായ ആളുകൾ നിയമത്തെ പണത്തിനുവേണ്ടി വളച്ചൊടിച്ചു. അയാൾക്ക് അരുണിന്റെ മുഖം ഓർമ്മ വന്നു. 20 വർഷം മുൻപ് നീതി നിഷേധിക്കപ്പെട്ടവന്റെ വേദന. വർക്കി, മേരി, അനിൽ, തോമസ്, രാഘവൻ. അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് സുനിലിന്റെ ക്രൂരമായ കളിയിലാണെങ്കിലും അതിന് പിന്നിലെ കാരണം അവരുടെ തെറ്റായിരുന്നു. വിക്രം ഫോണിലെ സുനിലിന്റെ വീഡിയോ സന്ദേശം വീണ്ടും കേട്ടു. സുനിൽ ഒരു കൊലപാതകിയായിരുന്നെങ്കിലും അവന്റെ വാക്കുകളിൽ വേദനയുണ്ടായിരുന്നു. അയാൾക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ കടമ നീതിയെ സംരക്ഷിക്കുക എന്നതാണ്. അത് ഏതുവഴിയിലൂടെ വന്നാലും. ഒരു കൊലയാളിയുടെ കളിയിലൂടെയാണ് ഈ സത്യം വെളിപ്പെട്ടതെങ്കിൽ പോലും ആ സത്യം പുറത്തുവരണം. അല്ലെങ്കിൽ ഭാവിയിൽ ഇതേപോലെ മറ്റൊരു നീതിനിഷേധം ആവർത്തിക്കപ്പെട്ടേക്കാം. വിക്രം തന്റെ ഫോൺ പോക്കറ്റിലിട്ട് പുറത്തേക്ക് നടന്നു. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വിക്രം തന്റെ കമ്പ്യൂട്ടറിൽ സുനിലിന്റെ ഫയലുകൾ കോപ്പി ചെയ്തു. 5 കൊലപാതകങ്ങളുടെയും പിന്നിലെ രഹസ്യങ്ങൾ, 2004 കാറപ്പഴത്തെക്കുറിച്ചുള്ള രേഖകൾ, വ്യാജ സാക്ഷിമൊഴികൾ, സാമ്പത്തിക ഇടപാടുകൾ എല്ലാം വ്യക്തമായിരുന്നു. അയാൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. തന്റെ കൂടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ വിക്രമിന്റെ ഈ നീക്കത്തിൽ അമ്പരന്നു. വിക്രം, ഇത് അപകടകരമാണ്, ഒരാൾ പറഞ്ഞു. നമ്മുടെ വകുപ്പ് ഒരു കൊലയാളിയുടെ തെളിവുകളെ വിശ്വസിക്കുമോ? സത്യം സത്യമാണ്. അത് എവിടെ നിന്ന് വന്നാലും, വിക്രം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ പത്രങ്ങൾ ആ വാർത്ത കൊണ്ട് നിറഞ്ഞു. 2004 കാറപ്പഴ കേസ്, 5 കൊലപാതകങ്ങൾക്ക് പിന്നിലെ രഹസ്യം പുറത്ത്, പ്രതികാരം ചെയ്ത മകൻ, നീതിയെ പണത്തിനുവേണ്ടി വിറ്റ അഭിഭാഷകരും വ്യാപാരികളും. വിക്രം ഒരു ധീരനായ പോലീസ് ഓഫീസറായി അറിയപ്പെട്ടു. എന്നാൽ അയാൾക്ക് ആ വിജയം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. സുനിലിന്റെ മുഖം അയാളുടെ മനസ്സിൽ നിന്നും മാഞ്ഞില്ല. ഒരു കൊലപാതകിയെ ഒരു ഹീറോയായി അംഗീകരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം മാത്രം അയാൾക്ക് ഉറപ്പായിരുന്നു. നീതിയുടെ പാതയിൽ ഒരു ജോക്കർ കാർഡിന്റെ വേഷത്തിൽ വന്ന സുനിൽ തന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സത്യം വെളിപ്പെടുത്തി. ഈ കേസ് വിക്രമിന്റെ ജീവിതം മാറ്റിമറിച്ചു. നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള തന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തമായി.